ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ ജോലിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണം, ഭക്ഷണമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അതുകൊണ്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞിരിക്കുകയാണ്, ശ്രുതി നീ അടുക്കളയിൽ കയറി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണം. കാരണം വേറൊന്നുമല്ല, അവൾ ഇല്ലെങ്കിൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കൽ നടക്കത്തില്ല എന്നൊരു വിചാരം അവൾക്കുണ്ട്. അത് നമുക്ക് മാറ്റി കൊടുക്കണമെന്ന്. നമ്മുടെ ശ്രുതി പറഞ്ഞു, ആൻറ്റി എനിക്കങ്ങനെ നല്ല രീതിയിൽ ഒത്തിരി കറികളോ ഭക്ഷണമോ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല രേവതിയെ പോലെ എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, നിനക്കറിയാവുന്നത് പോലെ നീ ഉണ്ടാക്കിയാൽ മതിയെന്നേ, നീ ചെല്ല് കിച്ചണിലേക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. ശ്രുതി മനസ്സില്ല മനസ്സോടെ ആണ് കേട്ടോ കിച്ചണിലേക്ക് പോകുന്നത്. പെട്ടുപോയൊരവസ്ഥയാണ് നമ്മുടെ ശ്രുതിയെ. ഈ സമയത്ത് വീണ്ടും കാണിക്കുന്ന നമ്മുടെ സച്ചി ആണെങ്കിൽ മാറിയും തിരിഞ്ഞ് രേവതിനെ ഇങ്ങനെ ഫോൺ ചെയ്യുകയാണ്. ഏതായാലും ഫോൺ ചെയ്തിട്ട് രേവതി ഫോൺ എടുക്കുന്നില്ല. അപ്പം രവീന്ദ്രൻ വന്ന് ചോദിച്ചു, എന്താ മോനെ, അവളെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? ഇല്ല അച്ഛാ, കിട്ടിയില്ല. അവളുടെ ഫോണ് എന്താ ഓഫാണോ? ആ അതെ ഓഫാ. നീ പേടിക്കണ്ട മോനെ, അവള് ഉടനെ തന്നെ വരുമായിരിക്കും. എന്നാ പിന്നെ നീ ഒരു കാര്യം നീ രേവതിയുടെ അമ്മേനെ ഒന്ന് വിളിച്ചു നോക്ക്. ആ അത് ശരിയാ, എന്നാ പിന്നെ ഞാൻ അമ്മേനെ ഒന്ന് വിളിക്കാതെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ അമ്മേനെ വിളിക്കാനായിട്ട് സച്ചി അങ്ങ് മാറിപ്പോവാണ്. രവീന്ദ്രൻ ഈ ഒരു സമയത്ത് എന്തോ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ഇങ്ങനെ വിഷമമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിനെയും ദേവുവിനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ദേവു ചോദിക്കുകയാണ്, അമ്മ എന്താ പറ്റിയത്? അമ്മ എന്താ വല്ലാതെ ഇരിക്കുന്നത്? മനസ്സ് ശരിയല്ല മോളെ. ഞാൻ രാവിലെ രേവതിനെ വിളിച്ചിരുന്നു. അവളുടെ സംസാരം കേട്ടപ്പോഴേ അവിടെ എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നിയത്. എന്ത് പ്രശ്നം? അതൊന്നും എനിക്കറിയില്ല. അവൾ ഭയങ്കര വിഷമത്തിലും ദേഷ്യത്തിലും ഒക്കെ ആയിരുന്നു. അല്ല, അമ്മയ്ക്ക് ചോദിക്കായിരുന്നില്ല എന്തായിരുന്നെന്ന്? അത് പിന്നെ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. പിന്നെ അവൾ എന്നെ വിളിച്ചിട്ടുമില്ല. എങ്കിൽ പിന്നെ അമ്മയ്ക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കത്തില്ലായിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു, അപ്പൊ അവളുടെ ഫോണെ സ്വിച്ച് ഓഫ് ആയിരുന്നു. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് നമ്മുടെ സച്ചിയുടെ ഫോൺ കോൾ വരികയാണ്. ഈ സമയത്ത് നമ്മുടെ ദേവു ഫോൺ എടുത്തിട്ട് ദേ സച്ചേട്ടനെ വിളിക്കുന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് ഫോൺ എടുക്കുക. ഹലോ, പറ സച്ചേട്ടാ, എന്താ സച്ചേട്ടാ? അത് പിന്നെ ദേവു, രേവതിയുടെ ഫോൺ സ്വിച്ച് ഓഫാ, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. നീ അവളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. സമയം ഇത് എത്രയായി, ഇതുവരെ എന്താ ഇങ്ങോട്ട് വരാത്തത്? എന്താ സച്ചേട്ടൻ ഈ പറയുന്നത്? അതിന് അതിന് രേവതി ചേച്ചി ഇവിടെ ഇല്ലല്ലോ. ദേ വെറുതെ ഓരോ നുണകൾ പറയല്ലേ, ചുമ്മാ എന്നെ പറഞ്ഞു പറ്റിക്കരുതേ. ദേ ചുമ്മാ കള്ളം പറയാതെ ദേവു കളിക്കല്ലേ. സത്യമായിട്ടും രേവതി ചേച്ചി ഇവിടെ ഇല്ല. ഞാൻ കള്ളം പറഞ്ഞല്ല സച്ചേട്ടാ. രേവതി ചേച്ചി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയില്ലേ. ഇവിടേക്ക് വന്നിട്ടില്ല. ഏ അപ്പം അവൾ അങ്ങോട്ട് വന്നിട്ടില്ലെന്നോ? അപ്പം അവൾ എവിടെ പോയതാ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ചേച്ചി എവിടെ പോയതാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മില്? ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അത് പിന്നെ രാവിലെ അമ്മ വിളിച്ചപ്പം കൂടുതലൊന്നും സംസാരിക്കാതെ ചേച്ചി ഫോൺ കോള് പെട്ടെന്ന് കട്ട് ചെയ്തു. അവിടെ എന്തോ പ്രശ്നമുള്ളത് പോലെ അമ്മയ്ക്ക് തോന്നി, അതാ ചോദിച്ചത്. ഏയ്, ഒരു പ്രശ്നമില്ല. അല്ല പിന്നെന്തുകൊണ്ടാ ചേച്ചി ഈ സമയമായിട്ടും വീട്ടിലേക്ക് വരാത്തത്? ഇത് കേട്ടത് ലക്ഷ്മി പേടിച്ചു പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ചിലപ്പം അവള് പൂ വിൽക്കാൻ വേണ്ടി പോയതായിരിക്കും. അതിന് ഇടയിൽ ചിലപ്പം തിരക്കൊക്കെ വന്ന് കാണുമായിരിക്കും. പൂ കൊടുത്തേ തീർന്ന് കാണത്തില്ല, അതായിരിക്കും വൈകുന്നത്. ഇവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. അവളിപ്പോൾ വരുമായിരിക്കും, പേടിക്കാനൊന്നുമില്ല. ദേവു പേടിക്കണ്ട കേട്ടോ. അവൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ വിളിക്കാം. പിന്നെ ഓക്കെ സച്ചേട്ടാ എന്നും പറഞ്ഞ് നമ്മുടെ ദേവു ഫോണും കട്ട് ചെയ്തു. ലക്ഷ്മി വന്നിട്ട്, മോളെ എന്താ മോളെ, എന്താ സച്ചി പറഞ്ഞത്? നീ പറ. അത് പിന്നെ ചേച്ചി ഇതുവരെയായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. ഇവിടെ വന്ന് കാണുന്ന കരുതിയാ സച്ചേട്ടൻ വിളിച്ചത്. ഇത്രയും സമയമായിട്ട് അവൾ വീട്ടിലെത്തിയിട്ടില്ലേ? അത് അവൾ എവിടെ പോയതായിരിക്കും? ആർക്കറിയാം എവിടെ പോയതാണെന്ന്. എന്ന് നേരത്തെ വീട്ടിലെത്തുന്നതാ മോള്. ഈശ്വര, എന്റെ ദൈവമേ, എന്തായിരിക്കും പറ്റിയത്? ചിലപ്പം പൂവിക്കാൻ പോയി കാണും, തീർന്നു കാണില്ല പൂവിറ്റ്, അതാ വരാൻ വൈകുന്നെന്ന് സച്ചേട്ടൻ പറഞ്ഞത്. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. പൂവൊക്കെ ഒരു സമയം കഴിഞ്ഞ് അങ്ങനെ വിൽക്കത്തൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ആരാ ശരത്ത് അവിടെ വന്നു. ശരത്ത് വന്നിട്ട് ആ വീട്ടിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ട്. അവിടെ സച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കാണും രേവതി ചേച്ചീനെ. അപ്പം രേവതി ചേച്ചി മിക്കവാറും ഇറങ്ങിപ്പോയതായിരിക്കും. ദേ നീ ഒന്നും പറയരുതേ. ഞാൻ ഊഹിച്ചൊന്നും പറഞ്ഞൊന്നുമല്ല. അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ചേച്ചി അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. എൻ്റെ ഈശ്വര, എൻ്റെ ഭഗവതിയെ, എവിടെ പോയതാണോ എൻ്റെ മോള്? ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം അമ്മേ? ഒരു കുടിയനെ എൻ്റെ ചേച്ചിയുടെ തലയിൽ കെട്ടിവെക്കുമ്പോ ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്. മനസ്സ് വിഷമിച്ചപ്പോഴേ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഇരിക്കുന്നുണ്ടായിരിക്കും ചേച്ചി. കുറച്ച് കഴിയുമ്പോൾ ചേച്ചി വന്നോളൂ, കരയാതിരിക്കാമേ.
ചേച്ചി നല്ല സ്ട്രോങ് അല്ലേ, വിഷമിക്കണ്ട എന്നൊക്കെ പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ശരത്ത് അങ്ങ് പോകാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു നിൽക്കണം അവിടെ എന്ന് പറഞ്ഞപ്പം ഞാൻ എന്തിനാ നിൽക്കുന്നത്, ഓഹോ ഇത് എന്റെ കുറ്റമാണോ എന്ന് പറഞ്ഞ് ശരത്ത് അങ്ങ് വീണ്ടും അങ്ങ് പോയിട്ടോ. ലക്ഷ്മി ആണെങ്കിൽ വീണ്ടും കരച്ചിൽ. അങ്ങനെ ലക്ഷ്മിയുടെ ഭർത്താവിന്റെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്നിട്ട് എന്റെ പൊന്നു ഭഗവാനെ ഞാൻ എന്താ ഏട്ടാ ചെയ്യേണ്ടത്, നമ്മുടെ മോള് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു വഴിയും കിട്ടുന്നില്ലല്ലോ, ദേ അവള് നിങ്ങൾ കാത്തോണം കേട്ടോ എന്ന് പറയാണ് കേട്ടോ ഫോട്ടോയിൽ നോക്കി. ഏതായാലും ഈ സമയം നമ്മുടെ ദൈവവും വിഷമിച്ച് നിൽക്കുന്നത് തന്നെയാട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ചന്ദ്രോദയമാണ്. അപ്പൊ ചന്ദ്രോദയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്ര വിശന്നിങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും ശ്രുതി എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ട് വന്നതും മോള് ഉണ്ടാക്കിയോ, എന്താ മണം, പെട്ടെന്നെല്ലാം ഉണ്ടാക്കിയില്ല മോളെ ശ്രുതി, അടിപൊളിയായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട് ഏതായാലും ഒരു കണക്കിന് രേവതി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകാത്തത് നന്നായി. ശ്രുതി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിക്കാൻ പറ്റൂലോ എന്ന് പറഞ്ഞിട്ട് പതുക്കെ ആ ഒരു രസമൊക്കെ എടുത്ത് കുടിച്ചിട്ട് വാവ് നല്ല ടേസ്റ്റ്, നല്ല അസാധ്യ രസം. ഇത് രസമല്ല, ഇത് ഉള്ളിക്കറിയാ. ഏ ഉള്ളിക്കറിയോ, ഉള്ളിക്കറി പുതിയ മെത്തേഡിൽ ഉണ്ടാക്കിയതാണല്ലേ, അതാ നല്ല രസമുള്ള ടേസ്റ്റ്. അല്ല എന്റെ പൊന്നു സുധി നീ അവിടെ ഇരിക്ക് എന്നിങ്ങനെ ചന്ദ്ര പറയാണ്. അങ്ങനെ നമ്മുടെ സുധി അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര രവിയേട്ടാ ഇങ്ങ് വന്നേ, ഇവിടെ വന്നിരുന്നേ. ഓ എനിക്കിപ്പം ഭക്ഷണം വേണ്ട, അതെ രേവതി വരട്ടെ. ഓ രേവതി വന്നിട്ടേ കഴിക്കത്തുള്ളായിരിക്കും, എന്തിനാ വെറുതെ എന്റെ പൊന്നു രവിയേട്ട ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത്, ഭക്ഷണം കഴിക്കുക. നീ കഴിച്ചോ, മൂക്കറ്റം എടുത്ത് തിന്നെ, എനിക്കിപ്പോ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പൊ സച്ചി വന്നിട്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ അവളുടെ അമ്മേനെ വിളിച്ചോ. ഞാൻ വിളിച്ചിട്ട് അവര് ഫോൺ എടുത്തു, പക്ഷെ അവിടെ രേവതി ചെന്നിട്ടില്ല. ഓ രേവതി അവിടെ ചെന്നിട്ടില്ലെന്നോ, അവിടെ ചെന്നിട്ടില്ലെന്നാ പറഞ്ഞത്. എങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമായിരിക്കും, അതുകൊണ്ട് മോൻ വിഷമിക്കൊന്നും വേണ്ട. ഈ ഒരു സമയത്ത് നമ്മുടെ സുധി പറഞ്ഞു, എടാ അവൾ എപ്പോഴേലും വരൂടാ, നീ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കടാ, ദേ നീ അവിടെ മിണ്ടാതിരുന്നോ, എന്റെ ഭാര്യനെ കാണാതെ പോകുമ്പോഴല്ലേ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എന്താ സച്ചി നീ പറയുന്നത്, ചന്ദ്ര പറയുന്ന പോലെ കാണാതെ പോയി അവളെ കാണാതെ പോയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് ശ്രുതി പറഞ്ഞത്, അല്ല അങ്കിളെ പൂ കൊടുക്കാൻ പോയതാണെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞില്ലേ, ഇനിയിപ്പം ദേഷ്യപ്പെട്ട് പിണങ്ങി വല്ലതും പോയതാണോ. പിണങ്ങിപ്പോകാനോ, എന്തിനു പിണങ്ങിപ്പോകാന്, അത് പിന്നെ രാവിലെ സച്ചി രേവതിയും തമ്മിൽ വഴക്കുണ്ടായിരുന്നേ, അപ്പൊ അതുകൊണ്ട് പിണങ്ങിപ്പോയതാണെങ്കിലോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പെട്ടെന്ന് സച്ചിനെ നോക്കിയിട്ട് ചോദിച്ചു, എടാ നീ അവളെ വഴക്ക് പറഞ്ഞോടാ. അയ്യോ ഇല്ല അച്ഛാ, ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല, അവളാ എന്നോട് കയർത്ത് സംസാരിച്ചത്. ഏയ് ഒരു കാരണവും ഇല്ലാതെ രേവതി അങ്ങനെ കയർത്ത് സംസാരിക്കത്തൊന്നുമില്ല. നീ എന്താടാ ചെയ്തത് സച്ചി, നീ എന്താ ചെയ്തത്. അയ്യോ അച്ഛാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛാ, ദേ നീ എന്തോ പറഞ്ഞിട്ടുണ്ട് അവളെ, അത് ഉറപ്പാ, അല്ലാതെ അവൾ ഇങ്ങനെ ചെയ്യില്ല. എന്താ പറഞ്ഞെന്ന് നീ പറ. അത് പിന്നെ അച്ഛാ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഒരിക്കലും ഞാന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളെല്ലാം പറയാണ്. കൂട്ടുകാരൻ വന്നതും കൂട്ടുകാരനോട് കല്യാണ ദിവസം മണ്ഡപത്തില് നീ കാണരുത്, നിന്റെ ഏട്ടൻ പോയാലേ എല്ലാവരും ചേർന്ന് നിന്റെ തലയിൽ കെട്ടിവെക്കും, അതുകൊണ്ട് ആദ്യം നീ ഓടിപ്പോക്കോ, പിന്നെ അവളെ ജീവിതാവസാനം വരെ നീ ചുമക്കേണ്ടി വരുവേ, നിന്റെ ജീവിതം തൊലഞ്ഞു പോവുകയെ എന്നൊക്കെ പറഞ്ഞത് ഓർത്തു. ഓർത്തല്ല പറഞ്ഞു നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്തുവാടാ നീ കാണിച്ചത്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുതെന്ന്. അത് ഞാൻ ഒരു കളിതമാശ പോലെയാ പറഞ്ഞത്. എല്ലാം നിനക്ക് കളിതമാശയാ. എടാ നമ്മൾ കളിയായിട്ട് പറഞ്ഞത് മറ്റുള്ളവരുടെ മനസ്സിൽ എന്തുമാത്രം വേദന ഉണ്ടാക്കുന്ന നിനക്കറിയോ, അതറിയാതെയാ നീ ഓരോന്ന് പറഞ്ഞത്. മുന്നും പിന്നെ നോക്കാതെ ഓരോന്ന് നീ ചെയ്തോളും പറഞ്ഞോളും, അല്ലെങ്കിലും നീ പണ്ടേ ഇങ്ങനെയാ, നിന്റെ ഈ സ്വഭാവം കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാ, എന്നിട്ട് നീ പഠിച്ചില്ലെന്ന് പറഞ്ഞാലേ എന്താ ഇപ്പൊ ചെയ്യുക. ഓ അവന്റെ മനസ്സിലുള്ളതല്ലേ രവിയേട്ടാ പുറത്തു വന്നത്, നിങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ അവന്റെ തലയിൽ കെട്ടിവെച്ചില്ലേ. അവള് തലയിലായല്ലോ എന്ന വിഷമം ഇപ്പോഴും അവനിലുണ്ട്, അതാണ് അവന്റെ മനസ്സീന്ന് വന്ന് പറഞ്ഞത്. ഇവൻ പറഞ്ഞത് തെറ്റ് തന്നെയാ. രേവതിനെ കുറിച്ച് അവന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ ചന്ദ്രേ, നീ അവന്റെ മനസ്സൊന്നും വായിക്കാൻ നന്നായിട്ട് നിൽക്കണ്ട. പിന്നെ അവൾ ഒരിക്കലും ആരുടെയും തലയിലായിട്ടില്ല. നിന്നെ പോലൊരു അമ്മായിയമ്മയെ അവളുടെ തലയിൽ കെട്ടിവെച്ചില്ലേ, അതാ ഞാൻ ചെയ്ത തെറ്റ്, അല്ലാതെ വേറൊന്നുമല്ല. ഓ പിന്നെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ ചന്ദ്രേ, നീ പറയുന്നതെല്ലാം സഹിച്ച അവളിപ്പോ ഇവിടെ കഴിയുന്നത്. വേറെ വല്ല പെണ്ണാണെങ്കിൽ അമ്മായിയമ്മയാണെന്ന് നോക്കാതെ ചെകിട്ടത്തിട്ട് അടിച്ചിട്ടുണ്ടല്ലോ, അവൾ ഇറങ്ങിപ്പോയേനെ. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വരുന്നത്, അവനോട് പറ, അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ അവള് പോയത്. അത് പിന്നെ അച്ഛാ ഞാനൊന്നും മനസ്സ് വെച്ച് പറഞ്ഞതല്ല അച്ഛാ, ഞാൻ സാധാരണ രീതി പറഞ്ഞതാ, അവളത് കാര്യമായിട്ട് എടുക്കുന്ന ഞാൻ കരുതിയില്ല അച്ഛാ.
നമുക്കിഷ്ടമില്ലാത്തവരെ, നമ്മൾ വെറുക്കുന്നവരെ, നമ്മൾ വിഷമിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ അത് നമ്മൾ തള്ളിക്കളയും. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവര്, നമ്മളെ ഇഷ്ടപ്പെടുന്നവര്, നമ്മളെ മനസ്സിലാക്കുന്നവര്, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാലേ അത് നമ്മുടെ ഹൃദയത്തിൽ കൊള്ളും സച്ചി. അതാണ് രേവതിക്ക് ഉണ്ടായത്. അവളുടെ ഹൃദയത്തിലെ കൊണ്ടു, മനസ്സിൽ കൊണ്ടു, നന്നായിട്ട് വേദനിച്ചു. പിന്നെ അത് ആയുസുള്ള കാലത്തോളം മറക്കില്ല, മനസ്സിൽ കൊണ്ടിട്ട് നടക്കും. അതങ്ങനെയാ നമ്മളോട് സ്നേഹമുള്ളവര്. അത് മനസ്സിലാക്കാതെ നീ എന്തിനാടാ ഇതൊക്കെ പറഞ്ഞത് അവളോട്? ഈ സമയത്ത് നമ്മുടെ സച്ചിക്ക് വീണ്ടും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, സച്ചി ഇരിക്കുന്നു, നിൽക്കുന്നു, വല്ലാത്തൊരു പരിഭ്രമം നമ്മുടെ സച്ചിക്ക്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സച്ചി, വായിക്ക് തോന്നുന്നത് എന്തും വിളിച്ചു പറയരുത്. ഒരു വാളിനേക്കാൾ മൂർച്ചയുണ്ട് വാക്കിന്, അത് നീ മറക്കരുത്. വാളിനെ കൊണ്ട് മുറിവേറ്റു മരിച്ചു വീണവരെക്കാല് കൂടുതലുള്ളതുണ്ടല്ലോ വാളുകൾ കൊണ്ടും വാക്കുകൾ കൊണ്ട് മുറിവേറ്റു മരിച്ചു വീണവരാ. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛ, എനിക്ക് പേടിയാവുന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്റെ രേവതി എവിടെ പോയതായിരിക്കും? ദേ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പം അവള് ദേഷ്യത്തില് ഇറങ്ങിപ്പോയത് തന്നെയാ, അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. അവളുടെ വീട്ടിൽ പോയിട്ടില്ല. പിന്നെ അവള് എവിടെയായിരിക്കും മോനെ പോയത്? നിനക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? നിനക്ക് അവള് പോകുന്ന സ്ഥലം വല്ലതും അറിയാമോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല ഇനിയിപ്പം രേവതി എന്നേക്കുമായിട്ട് വീട് വിട്ടു പോയതാണോ? അത് ഞാനേ ഉറപ്പിച്ചതാ. ദേ അവള് വീട് വിട്ടു പോയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു, ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. നീ ഈ സമയത്ത് എവിടെ പോയി അന്വേഷിക്കാനാ മോനെ? അന്ന് വെച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാന് എവിടെയെങ്കിലും ഒക്കെ പോയി അന്വേഷിക്കട്ടെ. എനിക്ക് ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ, എന്റെ കൺമുമ്പിൽ എവിടെയെങ്കിലും വന്ന് നിൽക്കൂ അവള്. അല്ലെങ്കിൽ ഞങ്ങളുടെ സ്നേഹത്തിന് എന്താ അച്ഛ അർത്ഥമുള്ളത്? ഒരർത്ഥവും ഇല്ലാതായി പോവില്ലേ? ഞാനേ പോയിട്ട് വരാച്ച. എന്നാ പിന്നെ അച്ഛനും കൂടി വരാം. അയ്യോ വേണ്ട, ഈ തണുപ്പത്ത് ഈ സമയത്ത് അച്ഛൻ വരണ്ട, ഞാൻ പോവുക. അച്ഛനും ഇവിടെ നിൽക്കും. എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനെ വീട്ടിലാക്കിയിട്ട് സച്ചി പോവുകയാണ് കേട്ടോ. രവീന്ദ്രന് വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ. കരയുവാണോ സങ്കടപ്പെടുവാണോ എന്നറിയാത്തൊരവസ്ഥയിലാണ് നമ്മുടെ രവീന്ദ്രനും ഉള്ളത്. കാരണം രവീന്ദ്രൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണല്ലോ നമ്മുടെ രേവതി. അങ്ങനെ നമ്മുടെ സച്ചി പിന്നെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനെ വിളിക്കുകയാണ് കേട്ടോ. ആ ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്ന കൂട്ടുകാരൻ, പുതിയൊരു കൂട്ടുകാരൻ വന്നല്ലോ. അപ്പം അവനെ വിളിക്കുകയാണ്. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ ഭാര്യ ഇതുവരെ വന്നിട്ടില്ലടാ, അവള് എവിടെയോ പോയി, പിണങ്ങി പോയതാണെന്നാ തോന്നുന്നത്. നീ എൻ്റെ കൂടെ ഒന്ന് വരണം, നമുക്ക് അവള് പോകാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം പോകണം, ചെന്ന് അന്വേഷിക്കണം. എടാ നീ അവിടെ വെയിറ്റ് ചെയ്യടാ, ഞാൻ ഇപ്പൊ വരാടാ, നിനക്ക് ഞാനില്ലേടാ എന്ന് പറഞ്ഞ് ആ കൂട്ടുകാരന്, അതായത് നമ്മുടെ അച്ഛമ്മയുടെ അടുത്തുനിന്ന് വന്ന കൂട്ടുകാരൻ, പെട്ടെന്ന് ഞാൻ പേര് മറന്നുപോയില്ല, അച്ഛമ്മയുടെ അടുത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന കൂട്ടുകാരൻ ഇവിടെ വന്നല്ലോ. അപ്പം ആ പുള്ളിക്കാരൻ വരികയാണ് നമ്മുടെ സച്ചിന്റെ അടുത്തേക്ക്. ഇനിയിപ്പോ രേവതിനെ അന്വേഷിച്ച് പോകണല്ലോ. അപ്പം ആ പുള്ളിക്കാരനെ കൂട്ടിയാണ് രേവതിനെ അന്വേഷിച്ച് നമ്മുടെ സച്ചി ഇറങ്ങുന്നത്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിനെയും അതുപോലെ തന്നെ രവീന്ദ്രനെയും ചന്ദ്രനെയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര വന്നിട്ട്, രവിയേട്ടാ ഭക്ഷണം വന്ന് ഭക്ഷണം കഴിച്ച് നേരം എത്രയായി? പിന്നെ രേവതി ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളെങ്കിൽ ഇന്ന് നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും, ഗുളികയൊക്കെ കഴിക്കാനുള്ളതല്ലേ? ഓ അല്ല, രാത്രി കയറി വന്നാലല്ലേ ഇനിയിപ്പൊ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ തന്നെ നേരം എത്രയായി എന്ന് ഓർത്തോണ്ടാ ഇവിടെ ഇരിക്കുന്നത്. സമയം താമസിക്കുന്നവരും എനിക്ക് പേടിയാവുക ചന്ദ്രൻ. ഇത്രയും നേരമായിട്ടും രേവതി എന്തായിരിക്കും വരാത്തത്? അല്ല, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എന്ത് പറ്റിയോ രേവതി അടുത്തേക്ക്? സച്ചി പോലെ ഒരുത്തന്റെ കൂടെ അവൾ ഇത്രയും നാള് ജീവിച്ചത് തന്നെ വലിയ കാര്യം. ഇപ്പൊ ഓടിപ്പോയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ദേ ചന്ദ്രൻ, നീ എന്തൊക്കെയാ പറയുന്നത്? ഓടിപ്പോയെന്നോ? പിന്നെ ഈ കാണുന്നതൊക്കെ എന്താ, ഓടിപ്പോയതല്ലേ? ദേ അവനെ കൈക്കുമ്പിളിലാക്കാൻ കുറേ നോക്കിയിരുന്ന അവള്. എന്നിട്ട് അവൾ ഇതിൽ വിജയിക്കുന്നു ഞാനും കരുതി. എവിടെന്ന് വിജയിച്ചുമില്ല. അവനോട് ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിൽ ദേ അഭിനയിക്കുകയായിരുന്നു. അതുപോലെ അവനും അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുകയായിരുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് അവൻ അങ്ങനെ പറയുവോ? അവള് ഇറങ്ങിപ്പോവോ? എന്നിട്ട് ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇപ്പം അന്വേഷിച്ചിറങ്ങിയേക്കുക എന്തിയേ എവിടെയാണെന്നൊക്കെ. ഇപ്പൊ കിട്ടുവരുന്നോ? ദേ ചന്ദ്രൻ, മിണ്ടാതിരുന്ന എന്റെ വായിരിക്കുന്ന നീ കേൾക്കും. ദേ അവരെ രണ്ടുപേരെ നിനക്ക് ഇവിടുന്ന് ഓടിക്കണം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും വഴക്കാകണം. ഇത് മാത്രം നിന്റെ മനസ്സിൽ ഇപ്പൊ സന്തോഷിക്കുക ചെയ്യുന്നത്. ദേ മര്യാദക്കിരുന്നോ നീ ഇപ്പൊ പറഞ്ഞതെല്ലാം നിന്റെ ആഗ്രഹമാ, അതൊന്നും നടക്കാൻ പോകുന്നില്ലടി, നടക്കില്ല അതൊന്നും. രേവതിയും സച്ചി സ്നേഹത്തോടു കൂടി തന്നെ ജീവിക്കും. അവള് അവനെ വിട്ടോ, അവളെ വിട്ടോ, ഒരിടത്തും പോകത്തില്ല. അവരുടെ ബന്ധം അത്രയ്ക്ക് സ്ട്രോങ്ങാ. ഇനി നീ അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നിന്റെ നാക്ക് ഞാൻ അരിയും. ഓ പിന്നെ എന്താ പറഞ്ഞാലും ഞാൻ സത്യമല്ലേ പറയുന്നത്. ദേ
നിന്റെ ഈ സന്തോഷം കാണുമ്പോൾ എന്റെ നിയന്ത്രണം വരുന്നുണ്ട് കേട്ടോ ചന്ദ്രേ, നീ സന്തോഷിക്കാമെന്ന് എനിക്കറിയാം മനസ്സിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രന് ദേഷ്യം വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രീകാന്ത് എന്നിട്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കരുതേ, ദേഷ്യപ്പെടരുതേ, അച്ഛൻ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഓടി ചെന്ന് പിടിച്ചു വിട്ടോ. കാരണം ടെൻഷനായി നമ്മുടെ രവീന്ദ്രൻ അങ്ങ് നിന്ന് വിയർക്കാണ്. അപ്പൊ തന്നെ മനസ്സിലായി വന്നത് അസുഖമുള്ള മനുഷ്യനാണല്ലോ, അതുകൊണ്ടാണ് നമ്മുടെ ശ്രീകാന്ത് ചെന്ന് സമാധാനിപ്പിക്കുന്നത് രവീന്ദ്രനെ. രവീന്ദ്രൻ അപ്പൊ പറയുന്നുണ്ട്, എന്നാലും മോനെ അവൾ എവിടെയാ പോയെന്ന് അറിയില്ലല്ലോ, എനിക്കറിയില്ല എന്റെ ഈശ്വര, എന്റെ ഭഗവാനെ, അവൾ പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അമ്മേ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രനെ വിളിച്ചോണ്ട് മാറി പോവാണ് കേട്ടോ. എന്തോ കുനിപ്പും കുന്നായ്മയും പറയാൻ വേണ്ടിയാ മാറിപ്പോകുന്നത്, അത് ഉറപ്പുള്ള കാര്യമല്ലേ. അങ്ങനെ നമ്മുടെ ചന്ദ്രനെ റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങ് വന്നേ അമ്മേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഡോറൊക്കെ അങ്ങ് ലോക്ക് ചെയ്യാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, എന്താടാ നിനക്ക് പറ്റിയതാ? ദേ അമ്മ ഇവിടെ ഇരുന്നേ, ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് കട്ടിലേക്ക് പിടിച്ചിരുത്താണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് നീ പറ മോനെ. അമ്മേ, രേവതി പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ലെറ്റർ എഴുതി വെച്ചിരുന്നോ? അമ്മ അവിടെയൊക്കെ നല്ലോണൊക്കെ ഒന്ന് നോക്കിയായിരുന്നോ? ലെറ്ററോ? എന്ത് ലെറ്റർ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, ശ്രുതി എന്തിനാ രേവതി ലെറ്റർ എഴുതി വെക്കുന്നത്? ആർക്ക് അയക്കാനാ ലെറ്റർ ഒക്കെ എഴുതി വെക്കുന്നത്? പിന്നെ അങ്ങനെ അവള് ലെറ്റർ ഒന്നും എഴുതി വെക്കില്ലല്ലോ. ഷോ, അതല്ല ശ്രുതി. അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്ത് കേക്കാനാ മോനെ, എന്ത് കേക്കാനാ? അല്ലെങ്കിലും ഈ സമയത്ത് ആരെങ്കിലും ലെറ്റർ എഴുതി വെക്കുവോ? ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇപ്പൊ ആരും എഴുതത്തില്ല. അല്ല അമ്മേ, അതൊന്നും അല്ല. ഈ പുറത്തേക്ക് വീട് വിട്ട് ഇറങ്ങി പോകുന്നവരെ ലെറ്റർ എഴുതി വെച്ചിട്ട് പോകും. അല്ല അതെങ്ങാണോ അമ്മ കണ്ടായിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. പിന്നെ ഞാനൊന്നും കണ്ടില്ല. അവള് ലെറ്റർ എഴുതി വെച്ചത് നോക്കലൊന്നും അല്ല എന്റെ ജോലി. നോക്കണം അമ്മേ, നോക്കണം. രാവിലെ അമ്മ അവളെ എന്തോ പറഞ്ഞായിരുന്നില്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ എന്താ ഈ പറയുന്നത്? ഞാൻ എന്ത് പറഞ്ഞെന്ന്? അല്ല, അവളുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ എന്തോ പറഞ്ഞെന്ന് സച്ചി പറഞ്ഞല്ലോ. അമ്മ എന്നെ മാനസികമായി പീഡിപ്പിക്കുകയാണ്, അവരെന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് പോവുകയാണ്, അങ്ങനെ പറ്റും. ദേ ചിലപ്പോ അതിന് ചാൻസ് ഉണ്ടേ. മാത്രമല്ല, എന്റെ മരണത്തിന് ഉത്തരവാദി എന്റെ അമ്മായിയമ്മയാണെന്ന് എഴുതി വെച്ചാല്, എന്നിട്ട് അവള് പോയി എന്തെങ്കിലും കടുങ്കൈ ചെയ്താലേ അമ്മ കുടുങ്ങും, അമ്മ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എന്റെ ഈശ്വര, എന്റെ ദൈവമേ, എന്താടാ മോനെ നീ പറയുന്നത്? മോനെ, ജങ്കില് തീ കൊള്ളുന്ന വർത്താനം ഒന്നും പറയല്ലേ. അതിനു മാത്രം ഞാനൊന്നും അവളെ പറഞ്ഞിരുന്നില്ല. ദേ അമ്മ കള്ളം പറയണ്ട, അമ്മ പറഞ്ഞിരുന്നു. ഉറപ്പായ കാര്യം തന്നെയാ, അമ്മ പറഞ്ഞിട്ടുണ്ട്. അയ്യോ എന്റെ പൊന്നു ശ്രുതി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്കുമാണ് ശ്രുതി പറയുന്നത്, രേവതി അങ്ങനെ ആത്മഹത്യ ഒന്നും ചെയ്യത്തൊന്നുമില്ല, അതിന് മാത്രം ധൈര്യം ഉണ്ടോ അവക്ക്? ആ, ഉണ്ട്. അവളുടെ അച്ഛൻ ബസ്സിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തല്ലേ മരിച്ചത്. ഇവളും അമ്മയുടെ പേര് എഴുതി വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്താല് എന്റെ ഈശ്വര, പോലീസ് വന്ന് ആരെ പൊക്കും? അയ്യോ, അമ്മ ഉറപ്പായിട്ടും ജയിലിൽ കിടക്കേണ്ടി വരും, അത് ഉറപ്പുള്ള കാര്യമാ. എടാ ദുഷ്ട, നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ. ഞാൻ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, സച്ചിയാ പറഞ്ഞത്. അയ്യോ എന്റെ പൊന്നു ദൈവമേ, ക്ഷമിക്കണേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് തുടങ്ങി വേദന. നമ്മുടെ ശ്രുതിയാണെ പേടിപ്പിക്കാനും. ഇനിയിപ്പം വല്ല ലെറ്ററും വല്ല അവിടെ നിന്ന് കിട്ടിയ ചന്ദ്രയുടെ കാര്യം പോക്കായേ. പറ്റിയ സമയത്താണ് നമ്മുടെ ശ്രുതി ഓരോ കാര്യങ്ങൾ കൊണ്ടിടുന്നത്. പിന്നെ എങ്ങനെ ചങ്കു പെടയാതിരിക്കും ചന്ദ്രയുടെ. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥയാണ്. അതുമായിട്ട് എത്രയും പെട്ടെന്ന് വരാൻ അലീനയുടെ ഇന്നത്തെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.